ബ്രിഗേഡിയർ വേണു നായർ, ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് കശ്മീരിൽ വിനോദസഞ്ചാരികളായി എത്തുന്നത്, സന്ദർശകരായി എത്തുന്നത്, അല്ലേ? അപ്പോൾ നോക്കൂ, കൃത്യമായിട്ടൊരു മെസ്സേജല്ലേ കൊടുത്തിരിക്കുന്നത്? അവരെ ആക്രമിക്കുക വഴി കൃത്യമായൊരു മെസ്സേജല്ലേ കൊടുത്തിരിക്കുന്നത്? ഇത് ഭാരതത്തിന് നേരെയുള്ളൊരു അറ്റാക്കാണ്. കർണാടകത്തിൽ നിന്ന് പോയവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോയ സന്ദർശകരുണ്ട്, ഗുജറാത്തിൽ നിന്ന് പോയവരുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് പോയവരുണ്ട്. എന്തായിരിക്കും ഈ ഭീകരവാദികളുടെ മോട്ടീവ്? എനിക്ക് കാശ്മീരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഒരു ലഫ്റ്റനന്റ് കേണൽ മുതൽ കേണൽ, ബ്രിഗേഡിയർ ലെവൽ എല്ലാത്തിലും 91 മുതൽ 95 വരെ, 96 വരെ ലഫ്റ്റനന്റ് കേണൽ ആൻഡ് കേണൽ. എന്റെ 2 വർഷത്തെ യൂണിറ്റ് കമാൻഡ് ശ്രീനഗർ ആൻഡ് അറൌണ്ട് ഈ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിലായിരുന്നു. അന്ന് കൂടുതലും ഇൻസർജൻസി വാലിയിലാണ് ഉണ്ടായിരുന്നത്. JNKയുടെ താഴത്തെ സൈഡിലേക്ക് 16 കോർ സൈഡിലേക്ക് അന്ന് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റിടങ്ങളിലൊക്കെ ചെന്നെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് മുതൽ തന്നെ നമുക്കെതിരായിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് റിയാക്ഷൻ ഒന്നും ഉണ്ടാകില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഓൾമോസ്റ്റ് 90-ലാണല്ലോ ഇത് തുടങ്ങുന്നത്, നമ്മുടെ ഇൻസർജൻസി തുടങ്ങുന്നത്. അപ്പോൾ 89-90 വരെ ഈ കാശ്മീര് നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളൊരു പേടിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ സമയോചിതമായിട്ട് ആർമിയെ എല്ലാ അധികാരങ്ങളും കൊടുത്തത് കൊണ്ട് നമ്മൾ കണ്ടുപോകാനും കാഷ്വാലിറ്റി സഹിച്ചിട്ടുണ്ടെന്ന്. പോലീസ് ഫോഴ്സസ് ആകട്ടെ എല്ലാവരും കൂടെ, പിന്നെ RR രാഷ്ട്രീയ റൈഫിൾസ് ഒക്കെ വന്നു. അങ്ങനെയാണ് ഒരു കൺട്രോൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊന്നും പാകിസ്ഥാനിലെ ആർമിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഉള്ള കാര്യമാണിത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ചീഫ് പറഞ്ഞു കേട്ടില്ലേ, കാശ്മീർ ഞങ്ങളുടെ ആയിരിക്കും. പിന്നെ ഇന്ത്യൻ ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള വ്യത്യാസം, അവര് ബുദ്ധിയിലും എല്ലാ വിധത്തിലും സുപ്പീരിയർ ആണ്. ഇവരുടെ ഈ സ്വഭാവമാണ് ആക്ച്വലി ദേ തിങ്ക് ദേ ആർ 8 feet tall. ആക്ച്വലി ദേ ആർ നോട്ട്. അവരുടെ പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ കാശ്മീരിൽ ഈ പോർട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടുത്തെ ആർമിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഈ കാശ്മീരിന്റെ കാര്യം, ഇവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. കുറച്ച് ഭാഗങ്ങൾ POK ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിയെല്ലാം നമുക്കറിയാം. അവിടെ 1 കിലോ പാകിസ്ഥാനിലെ 1 കിലോ ആട്ടയ്ക്ക് ഇപ്പോ 170 രൂപയാണെന്നാണ് അറിയുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടറിന് എത്രയാണെന്ന് ഇപ്പൊ കാണാക്കണികളായിട്ടാണ് അതൊക്കെ മാറുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നടന്ന, അപ്പൊ ഞങ്ങള് സുരേഷ് സാറൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഒരു 24 പണ്ഡിറ്റ്സിനെ കൊന്ന ഒരു അവന്തിപ്പുരയുടെ അടുത്ത ഉള്ള ഒരു ഗ്രാമത്തിലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതായിരുന്നു ഒരു ലാർജസ്റ്റ് നമ്പർ ലോക്കൽസിനെ, അതും പണ്ഡിറ്റ്സ് ഹിന്ദുസിനെ ആയിരുന്നു അന്ന് വധിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഡീറ്റെയിൽ അറിയില്ല, എന്നാലും ഒരു 2 ഡിജിറ്റിലേക്ക് പോയിട്ടുണ്ട്. 25 എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് അത്രയും ഉണ്ടാകാതിരിക്കട്ടെ പറയുന്ന നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇതൊക്കെ വളരെ ഒരു ദുർബലതയാണ് അവരുടെ കാണിക്കുന്നത്. ഇപ്പൊ ആർമി ഫറ്റീഗിലാണ് അവർ വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ഥലങ്ങൾ, ഇത് ബേതാബ് വാലി മിക്കവരും പോയി കാണുന്ന സ്ഥലങ്ങളാണല്ലോ. ബേതാബ് എന്നുള്ള ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന നല്ല പുൽത്തകിടികളും ഈ ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് പഹൽഗാം. അതിന്റെ അടുത്ത ഒരു വിത്തിൻ കിലോമീറ്ററാണ് ഈ സ്ഥലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പഹൽഗാമിലെ ഹോട്ടലുകളുടെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ബേസ് ചെയ്തിട്ട് ആളുകള് ഇങ്ങനെ ട്രെക്കിങ്ങിനാകട്ടെ, ഇല്ലേ വാലീസിൽ പോയത്, ഇങ്ങനെ ഒരു ഒഴിവുകാല ഇതിനാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ എന്താ പറയുക, വെക്കേഷനാണ് പോയിരിക്കുന്നത്. ഇപ്പൊ വെക്കേഷന്റെ ടൂറിസ്റ്റ് സീസൺ തുടക്കമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗുൽമാർഗില് എന്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഗിരത് യാത്രയൊക്കെ അവിടെ ഫിലിം ചെയ്യുന്നത്. എനിക്ക് നല്ല ഇതുണ്ട്. ഞാനൊരു ബ്രിഗേഡ് അഫിലിയേറ്റ് ആയിരുന്നത് അവിടുത്തെ റിസർവ് ബ്രിഗേഡ് ആയിരുന്നു. അപ്പൊ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ ഞാനും എന്റെ ഗ്രൂപ്പുമായിട്ട് ഞങ്ങള് ഓൺ ഫുട്ട് പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം വളരെ ഇന്നലത്തെ കൂട്ടി നമ്മുടെ 40 പേര് മരിച്ച പുൽവാമ ആ സൈഡ്, ലേറ്റാപൂർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്.
അതൊക്കെ ഞാൻ ഇറങ്ങി നടന്ന് കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. വളരെ എത്ര ശാന്തമായിട്ടുള്ള ആയിരുന്നു, ഇപ്പോഴുമാണ്. പക്ഷേ പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ്, അപ്പോ എലീറ്റ് ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ഒരു കവർ സംഘടന എന്ന് പേപ്പറിൽ പറയുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട്, TRF എന്ന് പറയും. TRF എല്ലാം ഒന്ന് തന്നെ. ഇതുവരെ അങ്ങനെ JEM ആകട്ടെ, TRF കുറിച്ച് അല്ല, അവരെ ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. ആക്ച്വലി ISI ആണ് ഇതിന്റെ പുറകില്. അതിനുള്ള ഗവൺമെന്റ്, പാകിസ്ഥാൻ ആർമിയാണ് അതിന്റെ പിന്നില്. അപ്പൊ അവർക്ക് ഈ പാകിസ്ഥാൻ ചീഫ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന്, ഇപ്പോ വൈസ് പ്രസിഡന്റ് ഓഫ് USCC ഇങ്ങനെയുള്ള പ്രധാന ഘട്ടങ്ങളിൽ അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആ ഒരു സഹിക്കാനുള്ള ആ ഒരു ഹൊറൈസൺ ഇതിപ്പോ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഇനിയൊരു ശരിക്കും ഒരു മിലിറ്ററി റെസ്പോൺസ് ആണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതിൽ. അതിൽ നമുക്ക് അവരുമായിട്ട് നയപരമായ ബന്ധങ്ങളില്ല, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ല. ഇനിയിപ്പോ മറ്റു രാഷ്ട്രങ്ങളെ കൊണ്ട് ഇവരെ പ്രഷറൈസ് ചെയ്യാമെന്ന് കരുതിയാൽ അതും എന്റെ ഇഫക്റ്റ് ഒന്നുമില്ല. അവരുടെ ആർമിക്ക് യുദ്ധം ചെയ്യാനുള്ള റിസർവ്സും അതും ഇതുമെല്ലാം എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. കുറച്ചൊരു 30 ദിവസത്തേക്കോ ഒരു 15 to 30 days ഫൈറ്റ് ചെയ്യാനുള്ളത് എല്ലാ ആർമിയുടെ കയ്യിലും ഉണ്ട്. അപ്പോ അത് അവർ പേടിക്കുന്നില്ല. പക്ഷെ അവരുടെ വിചാരം നമ്മള് എന്ത് ചെയ്താലും റിയാക്ട് ചെയ്യില്ല എന്നതായിരിക്കില്ല. അതിപ്പോ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിൽ നമ്മൾ തെളിയിച്ചതാണ്. അത് കഴിഞ്ഞ് പുൽവാമ കഴിഞ്ഞപ്പോൾ ബാലാക്കോട്ട് തെളിയിച്ചതാണ്. ഇനി ഒരു മൂന്നാമത്തെ ഒരു ഇത് ഇപ്പൊ നമ്മുടെ ഹോം മിനിസ്റ്റർ പോയിട്ടുണ്ട്. അപ്പൊ അത് പോയി എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി സംതിങ് സീരിയസ് has happened. Otherwise, why should the home minister should fly down to Srinagar? അപ്പോ ഈ നാളെ തന്നെ വേണമെന്നില്ല. പക്ഷെ ഈ വരുന്ന ദിവസങ്ങളില് ഇതിനുള്ള ശരിക്കും ഒരു മിലിറ്ററി റെസ്പോൺസ്, അത് ഏത് വിധത്തിലാണ്, പലതുമുണ്ട്. അതിലേക്കാണ് പോകേണ്ടത്. എല്ലാ ചൂണ്ടുപലകളിലും അങ്ങോട്ടാണ്. അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അനിൽ.